അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, അൽ അഹദ് എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നാമമാകുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 99 നാമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ ആ 99 നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നാമമാണ് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ അഹദ് എന്ന നാമം. അത് അള്ളാഹുവിന് അല്ലാതെ മറ്റൊന്നിനും ഈ നാമം ഉപയോഗിക്കാറില്ല. ബഹുത്വത്തിൻ്റെയോ നാനാത്വത്തിൻ്റെയോ ഘടനയുടെയോ കലർപ്പില്ലാത്തവൻ എന്നാണ് അൽ അഹദ് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നും അവന് പങ്കുകാരോ പങ്കാളികളോ സഹായികളോ ഇണയോ പിതാവോ സന്താനമോ ഇല്ല എന്നും അവനോട് സദൃശ്യമോ തുല്യതയോ സമാനതയോ ഉള്ളവരില്ല എന്നും സംശയലേശമെന്നെ അറിയിക്കുന്ന നാമമാണ് അൽ അഹദ് എന്ന നാമം. അള്ളാഹുവിൻ്റെ ഏകത്വം പൂർണ്ണമായി ഈ നാമം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. ഖുർആനിലെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അഹദ് എന്ന നാമം പ്രയോഗിച്ചിട്ടുള്ളൂ. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് അത് ധാരാളം നാമങ്ങളിൽ ധാരാളം പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ്. ഇഖ്ലാസ് അഥവാ നിഷ്കളങ്കത, അതുപോലെ തന്നെ മാരിഫ വിജ്ഞാനം, അൽ അസാസ് അടിത്തറ, അത്തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നീ നാമങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഹദ് എന്നുള്ളത്. ഈ ഒരു സൂറത്തിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അഹദ് എന്ന നാമം വന്നിട്ടുള്ളൂ. എന്നാൽ ഇതേ അർത്ഥം അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ വാഹിദ് എന്നുള്ളത്. ഈ വാഹിദ് എന്നുള്ള നാമം വിശുദ്ധ ഖുർആനിൽ 22 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ എന്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് അവതരിക്കാനുള്ള കാരണമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് നിന്റെ രക്ഷിതാവിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു നൽകൂ എന്ന് ആവശ്യപ്പെട്ട ബഹുദൈവ വിശ്വാസികൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് സൂറത്ത് ഇഖ്ലാസ് അവതരിച്ചത് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ 5 നാമങ്ങളാണ്, അള്ളാഹുവിൻ്റെ 5 ഗുണവിശേഷണങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസിൽ വന്നിട്ടുള്ളത്. അതിൽ ആദ്യമായി അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക അള്ളാഹു ഏകനാകുന്നു എന്നുള്ളതാകുന്നു. അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് ഉത്തരം കൊടുക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അഥവാ ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവൻ, ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ, സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഏകനായിട്ടുള്ളവൻ എന്നാണ് അൽ അഹദ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തിൻ്റെ തലവനായി ഒരാളെ നിയോഗിക്കുകയുണ്ടായി. ഇദ്ദേഹം അവരുമായി നമസ്കരിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടായിരുന്നു അതിൽ ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിരുന്നത്. സൈന്യം മടങ്ങി വന്നപ്പോൾ ഈ വിവരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ അപ്രകാരം ചെയ്യാൻ കാരണം എന്താണ്? നിന്റെ ഖുർആൻ നമസ്കാരത്തിൽ നിന്റെ ഖുർആൻ അവസാനിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിനെ നീ തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞത്,
അത് പരമകാരുണ്യന്റെ ഗുണവിശേഷണം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. ഞാനത് പാരായണം ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹത്തെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. കാരണം അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളാണ് ആ സൂറത്തുൽ ഇഖ്ലാസിൽ അടങ്ങിയിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ വെച്ച് അവിടെയുള്ള കൂട്ടുകാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സൂറത്ത് യൂസുഫിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ സ്വാഹിബൈ സിജ്നി അർബാബു മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അൽ വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ നാമം വന്ന ഒരു സ്ഥലമാണ് സൂറത്ത് യൂസുഫ് 39-ാമത്തെ ആയത്ത്. ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ വ്യത്യസ്തങ്ങളായ രക്ഷാധികാരികളാണോ ഉത്തമം, അതല്ല ഏകനും സർവാധികാരിയുമായ അള്ളാഹുവാണോ? അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലും പൂർണ്ണതയിലും അവനെപ്പോലെ അവന് തുല്യമായി ആരുമില്ല എന്നാണ് ഈ വാഹിദ് അൽ അഹദ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായി യാതൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമം നാം അറിയുകയും പഠിക്കുകയും അള്ളാഹുവിന് പങ്കാളികളോ സമന്മാരെയോ നിശ്ചയിക്കാതിരിക്കുകയും ചെയ്യുക. എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണനാണ്, അവൻ പൂർണ്ണനാണ്. അവന് തുല്യനായി ഈ ലോകത്ത് സമന്മാരായി ആരാധനയിലോ പ്രാർത്ഥനയിലോ ബലിയിലോ നേർച്ചയിലോ നമ്മുടെ ആരാധനയുടെ ഏത് വശങ്ങളിലും അവന് പങ്കുകാരായി ഒരാളുമില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പദം നാം മനസ്സിലാക്കുകയും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുകയും ഈ പദം ഉപയോഗിച്ചുകൊണ്ട്, ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.